വാഷ് യൂസ് ചെയ്യണം? ഫേസിൽ പിമ്പിൾസ് വരുമോ? ഓയിലി സ്കിന്നിന് വേറെ ഫേസ് വാഷും ഡ്രൈ സ്കിന്നിന് വേറെ ഫേസ് വാഷും ആണോ യൂസ് ചെയ്യേണ്ടത്? എങ്ങനെ പോർസ് റെഡ്യൂസ് ചെയ്യും? നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണോ? പോട്ടെ, നമ്മൾ മോയ്സ്ചറൈസർ ഏത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യും? നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പോൾ ഹണി, കേർഡ് ഇതിൽ ഏതെടുക്കും? ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രൈ ഇറ്റ് ഔട്ട് വിത്ത് മീ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു എക്സ്ക്യൂസ് ആണ്. കാരണം ഇവിടെ ഭയങ്കര ചൂടാണ്. എനിക്ക് ഫാൻ ഇടാണ്ട് കൂടി ഫാൻ ഇട്ടിട്ട് കൂടി ഞാനിവിടെ വേർത്ത് കുളിക്കുകയാണ്. സോറി, എക്സ്ക്യൂസ് മീ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കോമ്പിനേഷൻ സ്കിന്നിനെ കുറിച്ചിട്ടാണ്. എന്താണ് കോമ്പിനേഷൻ സ്കിൻ, എന്തൊക്കെയാണ് കോമ്പിനേഷൻ സ്കിന്നിന് നമ്മൾ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ കോമ്പിനേഷൻ സ്കിന്നിനെ കെയർ ചെയ്യേണ്ടത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഏത് ഫേസ് വാഷ് യൂസ് ചെയ്യണം? ഫേസിൽ പിമ്പിൾസ് വരുമോ? ഓയിലി സ്കിന്നിന് വേറെ ഫേസ് വാഷും ഡ്രൈ സ്കിന്നിന് വേറെ ഫേസ് വാഷും ആണോ യൂസ് ചെയ്യേണ്ടത്? എങ്ങനെ പോർസ് റെഡ്യൂസ് ചെയ്യും? നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണോ? പോട്ടെ, നമ്മൾ മോയ്സ്ചറൈസർ ഏത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യും? നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പോൾ ഹണി, കേർഡ് ഇതിൽ ഏതെടുക്കും? ഫുൾ കൺഫ്യൂഷൻ ആണല്ലേ. അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ളൊരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ആദ്യം തന്നെ നമുക്ക് കോമ്പിനേഷൻ സ്കിന്ന് എന്താണെന്ന് സംസാരിക്കാം. കോമ്പിനേഷൻ സ്കിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ടേം പറയുന്നത് പോലെ തന്നെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ്. ദാറ്റ് മീൻസ് രണ്ടിന്റെയും കൂടെ ഒരു ഒത്തുചേരലെന്ന് വേണമെങ്കിൽ പറയാം. അതായത് എന്തിന്റെ ഒത്തുചേരലാണ്? ഓയിലി സ്കിന്നിന്റെയും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിന്റെയും. കോമ്പിനേഷൻ സ്കിന്നുകാർ എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫേസ് വാഷ്. ഫേസ് വാഷ് ഏത് തിരഞ്ഞെടുക്കുമെന്നാണോ നിങ്ങളുടെ സംശയം? ഗോ ഫോർ സാലിസിലിക് ആസിഡ്. സാലിസിലിക് ആസിഡ് എന്ന ടേം ഉള്ള ഫേസ് വാഷ്, ഏത് ഫേസ് വാഷും ആയിക്കോട്ടെ, ഫോമിംഗ് ആയിക്കോട്ടെ, ജെൽ ബേസ്ഡ് ആയിക്കോട്ടെ, എന്ത് ഫേസ് വാഷും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫേസ് വാഷ് ഓർ ക്ലെൻസർ. സാലിസിലിക് ആസിഡിന്റെ പ്രസൻസ് അതിനകത്ത് ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് വഴിയെ പറഞ്ഞു തരാം. ഇനി എങ്ങനെയാണ് ഈ ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി ഫേസ് വാഷ് ഒരിക്കലും ഫേസിൽ പമ്പ് ചെയ്യരുത്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യരുത്. നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ കയ്യിലോട്ട് പമ്പ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യുക, എന്നിട്ട് മാത്രം ഫേസിലോട്ട് അപ്ലൈ ചെയ്യുക. ഫേസിലോട്ട് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒരു സർക്കുലർ മോഷനിൽ ഒരു 1 to 2 minutes ആയിട്ട് മസാജ് കൊടുക്കുക. അത് അങ്ങനെ 1 to 2 minutes ലീവ് ചെയ്യുക. എന്നിട്ട് വേണം മാത്രം, എന്നിട്ട് സീരിയസ് ആയിട്ട് പറഞ്ഞു വരുമായിരുന്നു, എന്നിട്ട് മാത്രം നിങ്ങൾ ഫേസ് സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്തിട്ട്, കൈ കൊണ്ട് റൊട്ടേറ്റ് ചെയ്തിട്ട്, ഫേസിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ഫേസ് കഴുകുക. ഫേസിൽ നിന്ന് ഈ ഫേസ് വാഷ് കഴുകി കളയുക. ഈ സാലിസിലിക് ആസിഡ് ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു ക്ലെൻസറിന്റെയോ അങ്ങനെ ഒന്നിന്റെയോ ആവശ്യമില്ല. ഫേസ് വാഷ് തന്നെ ക്ലെൻസറായിട്ടും ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ക്ലെൻസർ തന്നെ ഒരു ഫേസ് വാഷ് ആയിട്ടും ആക്ട് ചെയ്യും. ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൽ ഒന്നാമത്തത് മിനിമലിസ്റ്റിന്റെ സാലിസിലിക് ആസിഡ് പ്ലസ് 2% LHE എന്ന് പറയുന്ന ഒരു ക്ലെൻസർ ഉണ്ട്, അത് നല്ലതാണ്. പിന്നെ ക്ലീൻ ആൻഡ് ക്ലിയറിന്റെ അഡ്വാൻറ്റേജ് ആസിൻ കൺട്രോൾ ഫേസ് വാഷ് ഉണ്ട്, അത് നിങ്ങൾക്ക് നല്ലതാണ്. ആൻഡ് ബോഡി വൈസിന്റെ ഒരു ഫേസ് വാഷ് ഉണ്ട്, അത് നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾക്ക് ഏത് ഫേസ് വാഷ് വേണോ ചൂസ് ചെയ്യാം, പക്ഷേ ഈ ഒരു ടേം നോട്ട് ചെയ്ത് വെക്കുക, സാലിസിലിക് ആസിഡ്. ഓക്കെ, നമുക്ക് അതിന്റെ സെക്കൻഡ് ടൈപ്പിലോട്ട് പോകാം. സ്ക്രബ്സ് അല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റേഴ്സ്. സ്ക്രബ്സിന്റെയോ എക്സ്ഫോളിയേറ്റേഴ്സിന്റെയോ ആവശ്യം സത്യം പറഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടില്ല. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ഈ സ്ക്രബ് അല്ലെങ്കിൽ എക്സ്ഫോളിയേഷൻ ചെയ്യുന്നത്, അല്ലേ? അത് നമ്മൾ പുറത്തുനിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ച് ചെയ്യണമെന്ന് തന്നെയില്ല, നമ്മൾ വീട്ടിലുള്ള പ്രോഡക്റ്റ് വെച്ചും ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മൾ ഈ ഒരു സ്കിൻ ടൈപ്പുകാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു പീൽ ഓഫ് മാസ്ക് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു കെമിക്കൽ പീൽ ഓഫ് മാസ്ക് ആയിരിക്കണം. എന്ന് വെച്ചാൽ കെമിക്കൽ പീലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കേട്ടിട്ടില്ലേ? കെമിക്കൽ പീലിംഗ് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കെമിക്കൽ പീലിംഗ് എന്ന് പറയാം. നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമ്പിനേഷൻ സ്കിന്നാണ്, പക്ഷെ ഒരു ആസിൻ പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ കെമിക്കൽ പീലിങ്ങിന് പോവാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അഥവാ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫേസ് വാഷിൽ ഗ്ലൈക്കോളിക് പ്ലസ് സാലിസിലിക് ആസിഡ് ഉള്ള ഒരു ഫേസ് വാഷ് ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു സ്ക്രബ് അല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിലൊരു പീൽ ഓഫ് മാസ്ക് ഉണ്ടാക്കിയാലേ നാച്ചുറൽ ആയിട്ടുള്ളത്, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെമിക്കൽ പീലിംഗ് യൂസ് ചെയ്യാം. ബട്ട് യൂസ് ചെയ്യുന്നതിന് മുൻപേ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് നോക്കുക, എപ്പോഴെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആൻഡ് സ്കിന്നിൽ ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഭാഗത്ത് മാത്രം യൂസ് ചെയ്യുക, ചിലപ്പോൾ പണി കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ കേട്ടു. ആൻഡ് ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് അപ്പം നിങ്ങൾ തരി പോലത്തുള്ള സ്ക്രബ്സ് ഇല്ലേ, അതൊന്നും കുറച്ചൊന്ന് കുറയ്ക്കുക, യൂസ് ചെയ്യാണ്ട് ഇരിക്കുക. ആൻഡ് ആസിൻ പ്രോൺ സ്കിൻ ആണെങ്കിൽ അത് യൂസ് ചെയ്യാൻ വേണ്ട, അല്ലാത്തവർക്ക് അത് ഓക്കെ. നിങ്ങൾക്ക് പീൽ ഓഫ് മാസ്ക് കിട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ അടുത്ത് സംസാരിക്കുന്നത് ടോണേഴ്സിനെ പറ്റിയിട്ടാണ്. ടോണേഴ്സിന്റെ കാര്യം സംസാരിക്കുമ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ ടോണേഴ്സും, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന എല്ലാ ടോണേഴ്സും ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ടോണേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ആൽക്കഹോൾ കണ്ടന്റ്
ഇല്ലാത്ത ഓർഗാനിക് ആയിട്ടുള്ള ടോണേഴ്സ് സെലക്ട് ചെയ്യുക. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്ലമ്മിൻ്റെ ടോണർ നല്ലതാണ്. നമ്മുടെ എന്തായിട്ട് പേരെന്താ, ഗ്രീൻ ടീ ടോണർ, പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ടോണർ നല്ലതാണ്. ഗുഡ് വൈബ്സിൻ്റെ ഈ ഒരു പൊമഗ്രീനറ്റ് ടോണർ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിനകത്ത് ആക്ച്വലി നമ്മൾ അടിക്കുമ്പോൾ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ഉണ്ട്. സോ അതുപോലത്തെ ഫ്രേഗ്രൻസ് ഉള്ള സാധനങ്ങൾ നിങ്ങൾ ഓപ്റ്റ് ചെയ്യാതിരിക്കുക. എനിക്ക് പറ്റിപ്പോയതാണ് കേട്ടോ. സോ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ ടൈമിലൊക്കെ വാങ്ങിച്ചതാണ്. ആൻഡ് നിങ്ങൾ അതുപോലത്തെ ഫ്രേഗ്രൻസ് ഉള്ള ടോണേഴ്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക. ഗോ ഫോർ നാച്ചുറൽ ടോണേഴ്സ്. നമ്മുടെ വീട്ടിൽ തന്നെ ടോണേഴ്സ് ഉണ്ട്, അലോവേര, പാല്, അതുപോലെ തന്നെ നമ്മുടെ റോസ് വാട്ടർ, ഇതൊക്കെ നല്ല ടോണറാണ്. ആൻഡ് നല്ലൊരു ടോണറിന്റെ റെസിപ്പി ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നതുമാണ്. സോ ഈ ഒരു ടോണേഴ്സ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ റോസ് വാട്ടർ ടോണറാണ്. അത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അടുത്ത് നമ്മൾ സംസാരിക്കുന്നത് മോയ്സ്ചറൈസേഴ്സിനെ പറ്റിയിട്ടാണ്. ഈ ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് കുറച്ചൊരു ട്രിക്കി ടൈപ്പ് ഓഫ് സ്കിൻ ടൈപ്പ് ആണ് അല്ലെ. നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും, നമ്മൾ ഓയിലി സ്കിൻ ടൈപ്പിനുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യണോ അതോ നമ്മൾ ഡ്രൈ സ്കിൻ ടൈപ്പിനുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യണോ എന്നുള്ളത്. സോ ആൻസർ ഇതാണ്. മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ 2 വേരിയന്റിലുള്ള മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യണം. സമ്മേഴ്സിന് വേണ്ടിയിട്ട് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സും വിന്റേഴ്സിന് വേണ്ടിയിട്ട് ക്രെം ടൈപ്പ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സും നമുക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് ജെൽ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മമ എർത്തിന്റെ ഹൈഡ്രാ ജെൽ മോയ്സ്ചറൈസർ, അതുപോലെ തന്നെ ന്യൂട്രോജനയുടെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, അതുപോലെ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള. പോട്ടെ, ഒന്നും വേണ്ട, നമ്മുടെ പോൺസ് സൂപ്പർ ലൈറ്റ് ജെൽ ഉണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. റീക്വലിന്റെ സെറമൈഡ് പ്ലസ് ഹൈലറോണിക്കിന്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. ന്യൂട്രിഡം നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. വിന്റർ സീസണിൽ ന്യൂട്രിഡം പ്രിഫർ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക, മിനിമലിസ്റ്റിന്റെ സെബിക്യാം പ്ലസ് ഓട്ട് മോയ്സ്ചറൈസർ ഉണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ന്യൂട്രോജനയുടെ ഹൈഡ്രോ ജെൽ മോയ്സ്ചറൈസർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതുപോലത്തെ മോയ്സ്ചറൈസേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ക്രീം ടൈപ്പിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ന്യൂട്രിഡം യൂസ് ചെയ്യാം, നിവ്യ യൂസ് ചെയ്യാം, ഞാൻ കാണിച്ചിട്ടില്ലേ ബയോട്ടിക്, നമുക്ക് ബയോട്ടിക് യൂസ് ചെയ്യാം. അങ്ങനെ കൂടുതൽ നമുക്ക് കിട്ടുന്നത് ക്രീം ബേസ്ഡ് ആയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ സോ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. സോ ഞാൻ പറഞ്ഞ പോലെ യൂസ് ചെയ്യേണ്ട ടൈം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം. അടുത്ത് നമ്മൾ സംസാരിക്കുന്നത് സൺസ്ക്രീൻസിനെ പറ്റിയിട്ടാണ്. അപ്പൊ നിങ്ങളുടെ ഒരു കോമൺ ഡൗട്ട് ആയിരിക്കും, ഈ ഒരു ഭാഗം ഓയിലി ആയിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഓയിലി ആയിരിക്കുന്നതുകൊണ്ട് അവിടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്നുള്ളത്. യെസ്, നമ്മൾ സൺസ്ക്രീൻ ഈവൻ ആയിട്ട് ഫേസ് മുഴുവൻ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ടാനിങ് ഒക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് പിഗ്മെന്റഡ് ആയിട്ട് പോലെ ഇരിക്കും നമ്മുടെ ഫേസ്. സോ നമ്മൾ ഫേസിൽ മുഴുവനായിട്ടും ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അത് തിരഞ്ഞെടുക്കുന്നത് ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ. അതിപ്പോൾ സമ്മേഴ്സിലായാലും വിന്റേഴ്സിലായാലും നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ആയിരിക്കണം. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. അതിന് മുൻപേ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ വീട്ടിലൊക്കെയാണ്, ഇൻഡോറിലൊക്കെയാണ്, നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 30 SPF താഴെയുള്ള സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ വെയിലത്താണ്, പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 30ക്ക് മുകളിലുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാം. കാരണം സൺസ്ക്രീനിന്റെ SPF ലെവൽ കൂടുന്നതനുസരിച്ച് ഇതിന്റെ ഒരു സ്റ്റിക്കിനെസ് ഇല്ലേ, ഇത് കൂടിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ടാണ് പറഞ്ഞത്. ആൻഡ് നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. പുറത്ത് പോകുമ്പോൾ നിങ്ങൾ ഒരു 2 hours ഇടവിട്ട് ഫേസിലൊന്ന് റീടച്ച് ചെയ്ത് കൊടുക്കുക. റീടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ സൺസ്ക്രീനിന്റെ എഫക്റ്റ് നമുക്ക് രാവിലെ ഇറങ്ങിയാൽ വൈകിട്ട് വരെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ 2 മണിക്കൂർ ആകുമ്പോഴത്തേക്കും അത് പോയി കിട്ടും. ആൻഡ് അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറയുവാണെങ്കിൽ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റീക്വലിന്റെ അൾട്രാ മാറ്റ് ഡ്രൈ ടച്ച്, ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്നത് ന്യൂട്രോജന അൾട്രാ ഷിയർ ആണ്. അത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ആൻഡ് മമ എർത്ത് ഹൈഡ്രാ ജെൽ സൺസ്ക്രീൻ എക്സെട്ര. ഇതുപോലുള്ള ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഏത് സൺസ്ക്രീൻ ആണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കോമ്പിനേഷൻ സ്കിന്നുകാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള പോർസ് ആയിരിക്കും. ഈ ഒരു ഭാഗത്തും ഇവിടെയൊക്കെ കണ്ടുവരുന്ന വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, പോർസ്, ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ അല്ലേ. ഇത് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ പോർസിൽ കുറച്ച് സിബവും കാര്യങ്ങളൊക്കെ ക്ലോഗ്ഡ് ആയിട്ടാണ്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഒക്കെ കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഫേസിന് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് മാറ്റാൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു പീൽ ഓഫ് മാസ്കിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഓൺ ചെയ്ത് കാണാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ട്രെറ്റിനോയിൻ ക്രീം എന്ന് പറയുന്ന ഒരു ക്രീം ഉണ്ട്. അത് മെഡിക്കലി യൂസ് ചെയ്യുന്നതാണ്. ഡോക്ടേഴ്സ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ്, നമുക്ക് അല്ലാണ്ട് കിട്ടും. ട്രെറ്റിനോയിൻ ക്രീമാണ്. 0.25% തന്നെ എടുക്കുക. കാരണം ആ ഒരു കോൺസെൻട്രേറ്റിലുള്ള ട്രെറ്റിനോയിൻ ക്രീം എടുക്കുക. കുറയാനും പാടില്ല, കൂടാനും പാടില്ല. ഇത് യൂസ് ചെയ്യേണ്ടത് രാത്രിയിൽ മാത്രമാണ്. ആൻഡ് ഇത് യൂസ് ചെയ്യേണ്ടത് ഒരു കടുകുമണിയുടെ അത്രയും മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ. അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇത് യൂസ് ചെയ്യുക. ആൻഡ്
നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഉറപ്പായും ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ മടിയാണെങ്കിൽ നിങ്ങൾ ഈ ക്രീം ഉപയോഗിക്കരുത്. കാരണം ഇതൊരു സ്കിൻ ഇറിറ്റന്റ് ആണ്. സോ എപ്പോഴും നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. രാവിലെ എണീറ്റ് കഴുകി കളയുക, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, മറക്കരുത്. ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇത് ചെയ്യുക. അല്ലെങ്കിൽ റെറ്റിനോൾ ക്രീം നമ്മുടെ ഫേസിൽ നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ പിഗ്മെന്റേഷൻ വരും, അതുപോലെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഫേസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇതിന് ശേഷം ഫോളോ ചെയ്യുക. അടുത്ത് നമ്മൾ ആന്റി ഏജിങ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം നമ്മൾ എന്തുപയോഗിക്കും, ഏത് പ്രോഡക്റ്റ് ആണ് നമുക്ക് റിങ്കിൾ ഫ്രീ ആയിട്ട് നമ്മുടെ ഫേസ് ഒക്കെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ റെറ്റിനോൾ ഉള്ള ഏത് പ്രോഡക്ട്സ് വേണോ, അതിപ്പോൾ ജെൽ ബേസ്ഡ് ആയിക്കോട്ടെ, ക്രീം ബേസ്ഡ് ആയിക്കോട്ടെ, നമ്മുടെ സീറം ആയിക്കോട്ടെ, എന്താണെങ്കിലും റെറ്റിനോൾ ബേസ്ഡ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു കുഴപ്പമില്ല, 100% നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് റെറ്റിനോളിന്റെ ഒരു സീറത്തിന്റെ റിവ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹിമായുർവേദയുടെ. അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിൽ വേണ്ട താഴെ നോക്കിയാൽ മതി, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി നോക്കൂ കേട്ടോ. ആൻഡ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ റെഫറൻസ് വീഡിയോസ് എല്ലാം താഴെ കാണുന്നതാണ്. സോ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, നമ്മൾ അടുത്ത ഹോം റെമഡീസിലോട്ടാണ് പോകുന്നത്. എന്തൊക്കെ നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാം? പപ്പായ, ഗ്രാം ഫ്ലോർ, പയറുപൊടി, കടലമാവ്, അതുപോലെ തന്നെ തേൻ, പഴം, പാവയ്ക്ക, എന്തൊക്കെ യൂസ് ചെയ്യാം? അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. നമ്മളുടെ ഏറ്റവും വലിയ കൂട്ടുകാരാണ് പപ്പായ, കേർഡ്, ഹണി. ഇവ മൂന്നും നമുക്ക് ഏറ്റവും വലിയ കൂട്ടുകാരാണ്. സോ നമ്മുടെ ഫേസിനെ എപ്പോഴും ഹൈഡ്രേറ്റ് ആൻഡ് മോയ്സ്ചറൈസ് ചെയ്യാൻ പപ്പായ, ഹണി ആൻഡ് കേർഡ് നമ്മളെ സഹായിക്കും. ഈ കാര്യങ്ങളാണ് നിങ്ങളുടെ ഫേസിന് കുറച്ചുകൂടി ഒന്ന് എഫക്റ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ഒരു റെഫറൻസ് പ്ലസ് ഗൂഗിൾ റെഫർ ചെയ്തൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. സോ എന്തായാലും ഞാൻ കോമ്പി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷൻ സ്കിന്നിനോട് അനുബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. ആൻഡ് വീഡിയോ ഇഷ്ടമെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം. ഷെയറിംഗ് ഈസ് കെയറിംഗ് എന്നാണ്. സോ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തത് നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ള റുട്ടീനും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അടുത്ത വീഡിയോയിലായിട്ട് കാണുന്നവരെ ടാറ്റാ.